വർഗീസേ, ഇതാണ് ഞാൻ പറഞ്ഞ രാജൻ. വർഗീസ് ഒരു ജപ്പാൻ കമ്പനിയിലാണ് ജോലി. ഇത് കേട്ടാത്തൊന്നും വലിയ ആളാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. ജോലി ഡ്രൈവർ. ഇവിടെ ഡ്രൈവറായി ജോലി കിട്ടുന്ന പരമഭാഗ്യം. ഞാൻ 3 തവണ ടെസ്റ്റ് കൊടുത്തതാ. ബാപ്പുട്ടി തലശ്ശേരിക്കാരനാണ്. ഒരു സൂപ്പർ മാർക്കറ്റിലാണ് ജോലി. അവിടെയുള്ള 4 പേരും തലശ്ശേരിക്കാരാണ്. അപ്പുറം നിങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കല്ലേ? ഞമ്മക്ക് ഉള്ളത് കൊണ്ടൊക്കെ ഇവിടെ കയ്യാന്ന്. ഇന്ന് മുതൽ രാജന്റെ ചാർജ് കുട്ടനാർക്കാണ്. പിന്നെ രാജന് അത്യാവശ്യം വല്ലതും വാങ്ങിക്കാനുണ്ടാ? വല്ല ബ്രസ്സാ, പേസ്റ്റാ, ബനിയനാ? ഇപ്പോഴൊന്നും വേണ്ട നമുക്ക്. ശരി, വല്ലം വെച്ചുണ്ടാക്ക പഹേരെ. ഞമ്മള് വൈകിട്ടേ വരുള്ളൂ. ഒഴിവു ദിവസങ്ങളിലാണ് മമ്മൂക്കയുടെ രാജ്യഭരണം. ചിലർക്ക് ഫ്ലാറ്റ് അന്വേഷണം, വലിയമാന്മാരുടെ വീടുകളിൽ കുശലപ്രശ്നം, പഴയ പ്രജകളൊക്കെ നന്നായി കഴിയുന്നു മേൽനോട്ടം, കിട്ടാക്കുറ്റി പിരിപ്പിക്കല്. അക്കാര്യം കണക്കാം. പറ്റിക്കുന്നവനാണെന്ന് പറഞ്ഞാൽ പോലും 4 പയ്യാരം കേട്ടാ ആരുടെ കടം വാങ്ങിച്ചെങ്കിലും കൊടുക്കും. ഒട്ടുമുക്കാലും അത് കിട്ടാത്ത കുറ്റി തന്നെയാണ് കിടക്കുന്നത്. ഇന്നത്തെ പ്രധാന അജണ്ട രാജന്റെ ജോലിക്കാര്യമാവും. ഗ്രാജുവേറ്റ് ആണോ? മുഴുമിച്ചില്ല. MA-ക്കാരും BA-ക്കാരും കണ്ടക്ടർ പണി പോലും കിട്ടാതെ ഉഴരെയാണത്ര നാട്ടിൽ. ഈ ഡിഗ്രിക്ക് ഇവിടെ വലിയ വിലയൊന്നുമില്ല. 6ാം ക്ലാസിന്റെ ഡിഗ്രിയും കൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. മഴക്കാലത്ത് ഏറും ഷർട്ട് ഉണങ്ങില്ല. എന്നെ നാറുന്നു എന്ന് പറഞ്ഞ് മാറിയിരുന്ന ഒരു ചെറുക്കനെ ഞാൻ തല്ലി. സ്കൂൾ മാനേജറുടെ മകനായിരുന്നു ചെക്കൻ. ഹെഡ്മാസ്റ്ററുടെ ഡിസ്മിസൽ, അച്ഛന്റെ വക പുതിര തല്ല്. കുട്ടേട്ടൻ ഒരു കഥാപാത്രമാണ്. ബാക്കിയുള്ള കഥാപാത്രങ്ങളൊക്കെ ഇപ്പൊ എഴുത്തും. ഒരു പ്രേമരോഗി, ഒരു പാട്ടുകാരൻ, എഴുതാത്തൊരു മഹാകവി. ആ, കവി വന്നല്ലോ. എഴുതും, ഇപ്പോഴല്ല. ഇദ്ദേഹം ഭാവിയിലെ RK വാരാപ്പുഴയാണ്. പക്ഷേ ഇപ്പൊ വെറും രാമൻകുട്ടി. രാജ്യം വിശ്രമിക്കും. മമ്മൂക്ക് എന്തെങ്കിലും വഴി കാണാതിരിക്കില്ല.